സമയം 9 മണിയായി. ഈ വൈദ്യുതി എവിടെ പോയി കിടക്കും? എത്ര രാവിലെ പോയതാ? ഒരു ഉത്തരവാദിത്വം വേണ്ടേ വൈദ്യർക്ക്? കിട്ടുണ്ടി നീ ഇവിടെ എന്തോ കാണിക്കുക? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വൈദ്യുതി നേരം പറഞ്ഞപ്പോ ആടിന് തീറ്റയ്ക്ക് പോയില്ലേ? ഇവിടെ ആടിന് തീറ്റയാണോ ഇത്? പിന്നെ മരുന്നാടാ, മരുന്ന്. മരുന്നോ? എന്റെ ദൈവമേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ വൈദ്യരെ, കോട്ടയത്തും അങ്ങനെ നെടുങ്ങാടപ്പള്ളി എല്ലാം ഓറഞ്ചാ. എടാ നീ പത്തനംതിട്ട വെടിവെക്കട്ട് റബ്ബൂട്ടാനാ. അതല്ലെന്ന്, മഴയുടെ കാര്യമാണ്. ഞാൻ അവിടെ അലോട്ട് പ്രഖ്യാപിച്ചിരിക്കും ഓറഞ്ച് കാലാവസ്ഥ. അത് സാരമില്ല, അത് ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളൂ, ഞാൻ പറിച്ചോളാം. ഈ മഴയും പിടിച്ച് ഈ കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പ് കടിക്കത്തില്ലേ? എടാ പാമ്പ് കടിക്കാതിരിക്കാൻ ഞാൻ കീരിയെ കാലെ കെട്ടിയിട്ടുണ്ടല്ലേ പോന്നേ. കൊള്ളാം. അതിന് കീരി എന്ത്? കീരി അവിടെ അടുക്കള നിർത്തിയേക്കല്ലേ, അത് ഇണങ്ങി അതെങ്ങും പോകുന്ന സാധനമല്ല, മനസ്സിലായോ? പാമ്പ് കടിക്കത്തില്ല. ഇതെന്തോന്നറിയ ഈ മരുന്ന്? എന്തോ എനിക്കറിയത്തില്ല. ഈ ഇല എന്തോ നിനക്ക് അറിയത്തേ ഇല്ല? എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ ഇതെന്തോ എന്റെ ഇല? ഇതെവിടെയാലും ഞാൻ പിഴിഞ്ഞ് കേറ്റും. ഞാൻ വെടിക്കൽ മരുന്നാ ഇത്. നിനക്കെന്താ അറിയാം? ഇവിടെ ഇന്ന് ആള് വരും. എന്തോത്തിന്റെ? ഇന്ന് ഒരു മരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവൻ എന്തോ ഒരു രോഗി എങ്ങാണ്ട് വരുമെന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചിട്ടുണ്ട്. വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എടാ വരും. ഇപ്പൊ കണ്ടോണം. കാണാം. ഇപ്പം 10-11 മണിയാവും വരുമ്പോ. വൈദ്യരേ, വൈദ്യരുണ്ടോ? ഇതാ ആരാ? വൈദ്യരുണ്ടോ? വൈദ്യുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് നിൽക്കും. എന്തോ കാര്യം? നിങ്ങൾ ഉണ്ട കാര്യം ചോദിക്കാൻ പോകുന്നത്. ഇവിടെ വൈദ്യരുണ്ടോ? ഇവിടെ വൈദ്യരുണ്ടോ? വൈദ്യരുണ്ടോ? ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്. ഞാനും കഴിച്ചിട്ട് നിൽക്കുവാ. ഞാനും ഇവനും കൂടെ അയച്ചിട്ട് കഞ്ഞി കുടിച്ചത്. എന്തുവാ പ്രശ്നം? എന്തോ പറയണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നതേ, നീ ഭയങ്കര തലവേദന. അത് ശരി. എങ്ങനെയാ വന്നേ? ഓട്ടോ വിളിച്ചാ വന്നേ? ഓട്ടോ വിളിച്ചാന്ന് എല്ലാവർക്കും തലവേദന വരുന്നേ? അതാണ് ചോദിച്ചത്. പിന്നെ ഞാൻ തലവേദന ചോദിച്ചത്. അത് കുട്ടിക്കാലം പോലെ ഉണ്ട്. കുട്ടിക്കാലത്ത് എവിടെ? കുട്ടിക്കാലം ഞാൻ പറഞ്ഞത്. എടാ കറ്റാനം. എനിക്ക് ഭ്രാന്ത് വരുന്നുണ്ട് കേട്ടോ. എടാ അതിന് മരുന്നുണ്ട് ഇവിടെ, ഭ്രാന്തിന് മരുന്നുണ്ട്. നിങ്ങൾ ചുമ്മാ എന്നെ കളിപ്പാട്ടമാക്കരുത്. ഞാൻ പറഞ്ഞ കളിപ്പാട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ. നീ ആ സിനിമ കണ്ടോ? പിന്നെ ഞാൻ ഇന്നലെ രാത്രി വരെ കണ്ട പടം, സൂപ്പർ പടം. ഞാൻ പക്ഷെ അതിന്റെ ലാസ്റ്റ് ഭാഗം കണ്ടില്ല. കാണണമായിരുന്നു. നിങ്ങൾ കണ്ടോ പടം? പിന്നെ അതിനകത്ത് ആ നായിക അങ്ങോട്ട് ക്യാൻസർ കൊണ്ട് അസുഖം വന്നങ്ങ് മരിച്ചു. പാവം ചെറുക്കന്റെ കാര്യം ഒന്ന് ആലോചിച്ചു. നായികന്റെ ആ ഭാര്യ മരിച്ച ഭർത്താവിന്റെ ഒരു അവസ്ഥയെ കഷ്ടം. പാവുക കഷ്ടം. ഭയങ്കര ഇടപാടായിപ്പോ ഇല്ലടാ. പിന്നെ ഞാനത് ഓർക്കാതെ ഇരിക്കുക, ചിന്തിക്കുന്നേ ഇല്ല. ഞാനിപ്പോ അതേപ്പറ്റി നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചുമ്മാ കളിത്താമാശ എടുക്കില്ല. ഞാൻ വന്ന് തലവേദന കാര്യം പറയാനെ കൊണ്ടാണ്. നിങ്ങൾ അതിനുള്ള മരുന്ന് വല്ല ഉണ്ടെങ്കിൽ മരുന്ന് പറഞ്ഞു തരാൻ നോക്ക്. ഇങ്ങോട്ട് നോക്കാം. ആ കളിപ്പാട്ടത്തിന്റെ കാര്യമല്ല, മറ്റേ കളിപ്പാട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാനത് റൂട്ട് മാറ്റിക്കൊണ്ട് വരുമല്ലോ. എന്റെ ദൈവമേ, ഞാനത് സെറ്റ് ആക്കാം. ഞാൻ ആദ്യം ചോദിക്കട്ടെ, സപ്പോർട്ട് എവിടെ ഉണ്ടോ? കൊള്ളാം. തലവേദന വന്നിട്ട് ഇത്രയും നാളെ വീട്ടിൽ ഒരു സപ്പോർട്ടും ഇല്ല. വീട്ടിലെ സപ്പോർട്ടൊക്കെ ഇല്ലേ? അതിന്റെ തൈ ഉണ്ടോ? ഈ തൈ അല്ലല്ലോ. തൈ അല്ല, തൈ. അതുണ്ടോ? അത് വേണം. പിന്നെ തലവേദനയ്ക്ക് MRI സ്കാൻ എടുത്ത ഒരു റിസൾട്ട് കൂടെ വേണം. MRI സ്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കൊണ്ടുവന്നോ? എന്താന്ന് കാണിച്ചേ? ഇതാണോ? എടാ പൊന്നുമനെ, നീ ഇതെവിടെ എന്നാ എടുത്തത്? ഞാൻ പത്തനാടുത്തുനിന്ന്. ഇതെന്തായാലും നീ ഇത് വാതിലടക്കാൻ എടുത്ത് വെച്ചേക്കുന്നേ. അതെന്താ പറ്റി? അതിലെ വന്നോന്റെ പോയോന്റെ എല്ലാം തല ഇതിനകത്തുണ്ട്. എന്താ ചെയ്യുന്നേ? ഇതെവിടെ നിന്ന് അടുത്തെന്നാ പറഞ്ഞേ? പത്തനാടുത്തുനിന്ന്. അപ്പൊ നീ ഇത് അവിടെ കൊണ്ടുപോയിട്ട് നിന്റെ തല ഏതാ നോക്കി അതിന്റെ ഒരു ശരി ഇട്ടോണ്ട് പറഞ്ഞു. ഞാൻ എപ്പോ വരാനാ? എന്നാ എന്റെ തല കൊണ്ട് പോട്ടെ. അങ്ങനെയാണോ പറയുന്നത്? എടാ ഞാൻ പിന്നെ എന്തോ ചെയ്യാനാ? നിനക്ക് മരുന്ന് വേണ്ടേ? തലവേദന മാറാൻ ഞാൻ ഇപ്പൊ എന്തോ ചെയ്യണം? അത് പോട്ടെ, വാദത്തിന് എന്ത് ചെയ്യും? നല്ലൊരു വക്കീലിനെ കാണണം. അതല്ലെന്ന്, മുട്ടിന്റെ താഴെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര വാദം. അത് മാറാൻ എന്തോ ചെയ്യണം? അത് പോത്തിറച്ചി കഴിച്ചാ മതി. ഇറച്ചി കഴിച്ചു പോത്തില്ല. പോത്തിന്റെ ഇറച്ചിയല്ലേ നീ കഴിച്ച? പിന്നെ പോത്ത്, പിന്നെ ആ പോത്ത് ചത്തില്ലേ? ഞാനിതിപ്പോ എന്തോ ചെയ്യും? സത്യം പറഞ്ഞ എന്റെ ഒരു സംശയം എന്ന് വെച്ചാലേ നല്ല രീതി ആഹാരം കിട്ടുന്നില്ല. ആഹാരം കഴിക്കണ പെണ്ണുമ്പോൾ എവിടെ ഇല്ലേ? അതിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്റെ വീട് ഇരിക്കുന്ന കുന്നുംപുറത്താണ്. ഞാനാണോ കൊണ്ട് വെച്ചേ? അങ്ങനെയാണോ പറയുന്നത്? എന്റെ വീട് ഇരിക്കുന്ന കുന്നുംപുറത്താ. അപ്പൊ നേരെ വെളുക്കുമ്പോ ഈ ഭാര്യ താഴോട്ട് ഒറ്റ പോകാ. പിന്നെ എപ്പോഴാ കയറി വരുന്നത് പറഞ്ഞോണ്ടാ? പെണ്ണുമ്പിഴയുടെ പേരെന്തുവാ? ഗംഗ. അത് പിന്നെ കുന്നിന്റെ പുറത്ത് നിൽക്കുവോ? വല്ല തങ്കമ്പേര് കൊണ്ടുപോയിട്ടായിരുന്നു ഇവിടെ താങ്ങി നിന്നേനെ. അപ്പോഴത്തെ പേര് മാറ്റാൻ പറ്റും? നിങ്ങൾ എന്തോ ഈ പറയുന്നത്? വേണ്ട വേണ്ട വേണ്ട, നീ അതൊന്നും മാറ്റണ്ട. അല്ല, എനിക്ക് അത് മാത്രമല്ല, ഈ പേടി കിടക്കും. നീ അതിന്റെ വല്ല പ്രശ്നമുണ്ടോ? പേടിയുടെ വരും വലിയ കിട്ടുണി. പേടി മാറാൻ എന്ത് ചെയ്യണം? പേടി മാറണമെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നീ ഒരു 20 രൂപ മുടക്കണം. ഞാനൊരു ചരട് ജപിച്ചങ്ങോട്ട് തരും, നീ അതം കെട്ടിയാൽ മതി. അപ്പൊ 20 രൂപ പേടിയുള്ളോ എനിക്ക്? ഇവിടെ 10-500 രൂപയുടെ പേടി കിടക്കുവാ നിനക്ക്. എന്നാ നീ ഒന്നും ഇല്ലാത്തവനല്ലേ, പാവമല്ലേ എന്ന് പറഞ്ഞപ്പോ അവന് കുത്തല് കണ്ടോ? കുഞ്ഞിന്റെ കാര്യങ്ങൾ ശരിയാകുന്നേ. അല്ല വൈദ്യുതി, നാളിന്റെ വല്ലതും പ്രശ്നം വരും? അങ്ങനെ എനിക്ക് സംശയം. നാളിന്റെ വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
നിന്റെ എന്തോ പോരാടോ ആയില്യം എന്തോ നാളാടാ മകം കുംഭം കൊള്ളാവോ? എനിക്കറിയത്തില്ല. മൂലം അങ്ങനെ ഉണ്ട്. ആ മൂലം അങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് അങ്ങനത്തെ കാര്യം കേൾക്കുന്നത് ഇഷ്ടമല്ല. നാളിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ ഒരു മാർഗമുണ്ട്. നമ്മുടെ ഞാൻ ഇന്നിവിടെ വന്നപ്പോഴേ ഒരു ജോത്സ്യനെ കണ്ടായിരുന്നു. ജോത്സനോ? ആ എന്തോ പാട്ട് പാടുന്നേ? പാട്ട് പാടുന്നല്ല, എന്തോ പത്തനാപുരം ഹരി. ഞാൻ ഇങ്ങോട്ട് വന്നേ, നീ കയറി വന്നേ. ആ ഇങ്ങനെ വന്നേ. അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ചികിത്സക്കുള്ള കാരണം കിട്ടുമോ? ഇവന്റെ എല്ലാ മരുന്നും ഉണ്ട്. അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കാം. നാളിന്റെ ആണെങ്കിൽ നമുക്ക് ഇന്നറിയാം. ഇന്നറിയാം. എനിക്ക് സമയം ഒന്ന് നോക്കണം പുള്ളി വരുമ്പോ. നിന്റെ വാച്ചില്ലയോ? അതല്ലെന്നു മറ്റേ സമയം നോക്കത്തില്ലേ ഇങ്ങനെ? ഓ നിന്റെ ജീവിത പ്രശ്നം. ആ അത് നോക്കണം. അതെവിടെയും പണിക്ക് പോയാൽ മതി. മറ്റേ കബഡി വെക്കുവോ? കബഡി കളിക്ക് അങ്ങനെ ഒരു സാധനം. അല്ല കബഡി കളി ഇതല്ലല്ലോ. കബഡി കളി വേറെ. പാട്ട് പാടാൻ ജോത്സ്യം വന്നു. എന്നെ എന്തിനാ വിളിച്ചത് പറ? ആ അതെ ഇത് നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു പേഷ്യന്റാ. പുള്ളിക്ക് നാളിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. മൊത്തം അസുഖം നാളിന്റെ ആന്നാ പറയുന്നത്. നേരം വെളുക്കുമ്പോ മുതൽ എന്റെ ശരീരത്തിൽ പല അസുഖങ്ങളാ. അതുപോലെ വീട്ടിലങ്ങ് ഐശ്വര്യമില്ല, പ്രശ്നമില്ല, കടം കയറി നിൽക്കാൻ വയ്യ. അസുഖത്തിന് വൈദ്യരല്ലേ ചികിത്സിക്കണ്ടേ? പുള്ളിക്കാരൻ നോക്കിയിട്ട് മാറുന്നില്ലെന്നേ. ഞാൻ പറഞ്ഞില്ല ഇവന് നാളിന്റെ പ്രശ്നമാ. ഇപ്പൊ നാളറിയാത്തതിന്റെ പ്രശ്നമാണോ? രണ്ടുണ്ട്, എനിക്ക് 2 നാളുണ്ട് അല്ലേ? ഇന്നാളിലും അങ്ങനെ ഉണ്ടായോ? പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ 2 വട്ടം കേക്ക് മുറിച്ചില്ലേ? ശരി, എന്താണ് ഇപ്പൊ പ്രശ്നം? അസുഖോ? എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഓരോ ദിവസം ഓരോ അസുഖങ്ങൾ. വീട്ടിലാണെങ്കിൽ കടം കാരണം നിൽക്കാൻ വയ്യ. ഇപ്പൊ സത്യം പറഞ്ഞ നാട്ടില് സത്യത്തിൽ ചെലവിന് പോലും ഒന്നുമില്ലെന്നാ. എന്താ ചെയ്യുന്നേ? ഞാൻ ഒന്നിനും പോകുന്നില്ല. ജോലിയില്ല? ഇല്ല. രാവിലെ മുതൽ വെറുതെ വീട്ടിലിരിക്കും. വെറുതെ ഇരിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ വെറുതെ ഇരുന്നിട്ട് സുഖിച്ചിട്ട് പൈസ ഇല്ലാതിരിക്കുമ്പോ ജോലിക്ക് പോയി മനുഷ്യ. അല്ലാതെ നിങ്ങൾ വൈദ്യരുടെ എവിടെ ഇവിടെ നടക്കാറ്. ഇതൊക്കെ വിശ്വാസം എല്ലാത്തിനും വേണം. പക്ഷെ നിങ്ങൾ ജോലിക്ക് പോയെങ്കിലല്ലേ ജീവിക്കാൻ പറ്റൂ. ഇതിൽ തന്നെ പറയുന്നത് ഉത്സാഹിനാം പുരുഷ സിംഹം ഉപേദലക്ഷ്മി. നമ്മൾ അതോടൊപ്പം വിശ്വാസവും വേണം. എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോകണം രാവിലെ എണീറ്റ് നാളെ മുതൽ. അതാണ് പരിഹാരം. നിങ്ങൾ രാവിലെ എണീക്കുക, കുളിക്ക്. എത്ര മണിക്ക് എണീക്കും? ഞാൻ 10 മണിയൊക്കെ. എന്താ അപ്പൊ വെളുപ്പിനെ എണീക്കും. എത്ര മണിക്ക് കിടക്കും? അത് ഞാൻ നേരത്തെ കിടക്കും. എത്ര മണി? ഒരു 8 മണി 7 മണിയാകുമ്പോ കിടക്കും. നേരത്തെ എണീക്കണ്ടേ? നേരത്തെ എണീക്കണ്ടേ? ഒരു കാര്യം ചെയ്യും, മര്യാദയ്ക്ക് നാളെ മുതൽ രാവിലെ 6 മണിക്ക് എണീക്കുക, കുളിക്കുക, കുറി തൊടുക, പ്രാർത്ഥിക്കുക, ജോലിക്ക് പോവുക. വൈകിട്ട് ശമ്പളം കിട്ടുക, അസുഖവും മാറും, വീട്ടിലെ പ്രശ്നങ്ങൾ തീരും. പോരെ? ഇതിന് നീ എന്തോ ചെയ്യണമെന്നറിയാവോ? നീ പണിക്ക് പോകണം.